ഇന്ന് നമ്മൾ എസ്റ്റിമേഷൻ ഓഫ് ലിഗ്നിൻ അതുപോലെ തന്നെ എസ്റ്റിമേഷൻ ഓഫ് സാപ്പോണിൻ ആണ് നോക്കുന്നത്. അതിൽ ഫസ്റ്റ് എസ്റ്റിമേഷൻ ഓഫ് ലിഗ്നിൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് 1 ഗ്രാം ക്രഷ്ഡ് സാമ്പിൾ 30 ml 80% H2SO4 സോക്ക് ചെയ്ത് വെക്കാം. അത് ഡാർക്ക് റൂമിൽ 24 hours അങ്ങനെ സോക്ക് ചെയ്ത് വെക്കണം. ദെൻ എന്ത് ചെയ്യുക, അത് ആഫ്റ്റർ 24 hours ശേഷം നമ്മൾ എന്ത് ചെയ്യുക, വാട്ടർ ബാത്തിൽ വെച്ചിട്ട് 100 degree Celsius ആ മിക്സ്ചർ 1 hour ബോയിൽ ചെയ്യണം. 1 മണിക്കൂർ ബോയിൽ ചെയ്തതിന് ശേഷം അതൊന്ന് കൂൾ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മസ്ലിൻ ക്ലോത്ത് വെച്ചിട്ട് അതിനെ ഫിൽറ്റർ ചെയ്യാം. അങ്ങനെ ഫിൽറ്റർ ചെയ്ത് കിട്ടിയിട്ടുള്ള റെസിഡ്യൂ, ആ റെസിഡ്യൂവിനെ നമ്മൾ എന്ത് ചെയ്യുക, 200 ml ഡിസ്റ്റിൽഡ് വാട്ടർ വെച്ചിട്ട് വാഷ് ചെയ്യുക. ദെൻ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ആ റെസിഡ്യൂവിനെ ഒരു പ്രീവെയ്ഡ് പെട്രി പ്ലേറ്റിലേക്ക് നമ്മൾ കളക്ട് ചെയ്യാം. അതിൻ്റെ വെയിറ്റ് നമ്മൾ W1 ആയിട്ടാണ് നോട്ട് ചെയ്തിട്ടുള്ളത്. ദെൻ ആ പെട്രി പ്ലേറ്റ് നമ്മൾ 105 degree Celsius ഹോട്ട് എയർ ഓവനിൽ ഡ്രൈ ചെയ്യാൻ വെക്കുക. ദെൻ നന്നായി ഡ്രൈ ആയതിന് ശേഷം അതൊന്ന് കൂൾ ചെയ്തതിന് ശേഷം അതിൻ്റെ വെയിറ്റ് എടുക്കുക, അത് W. ദെൻ പെർസെൻറ്റേജ് ലിഗ്നിൻ കാണാൻ വേണ്ടിയിട്ട് W - W1 ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് സാമ്പിൾ ഇൻറ്റു 100. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എസ്റ്റിമേഷൻ ഓഫ് സാപ്പോണിൻസ്. അതിനാവശ്യമായിട്ടുള്ള റിയേജൻസ് നോക്കാം. 20% മെത്തനോൾ, ഡൈ ഈഥൈൽ ഈഥർ, ബ്യൂട്ടനോൾ, ദെൻ 5% NaCl. ദെൻ ഇതിന് വേണ്ടത് 20 ഗ്രാം ക്രഷ്ഡ് സാമ്പിൾ നമ്മൾ 200 ml 20% മെത്തനോളിൽ ഡിസ്പേഴ്സ് ചെയ്യാം. ദെൻ അതെന്ത് ചെയ്യുക, ആ ബീക്കർ നമ്മൾ എന്ത് ചെയ്യുക, ഒരു വാട്ടർ ബാത്തിൽ 55 degree Celsius മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാട്ടർ ബാത്തിൽ 4 മണിക്കൂറോളം ഹീറ്റ് ചെയ്യണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കണം. ദെൻ എന്ത് ചെയ്യുക, ആ മിക്സ്ചർ ഫിൽറ്റർ ചെയ്യുക മസ്ലിൻ ക്ലോത്ത് വെച്ചിട്ട്. അതിൻ്റെ ഫിൽട്രേറ്റ് നമ്മൾ റെഫ്രിജറേറ്ററിൽ സ്റ്റോർ ചെയ്യുക. ദെൻ വീണ്ടും എന്ത് ചെയ്യുക, അതിൻ്റെ ബാക്കി വരുന്ന റെസിഡ്യൂ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ഒരു 200 ml 20% മെത്തനോളിൽ എടുക്കുക. ദെൻ അത് വീണ്ടും ഇതുപോലെ തന്നെ വാട്ടർ ബാത്തിൽ വെച്ചിട്ട് 55 degree Celsius മെയിൻറ്റെയിൻ ചെയ്തിട്ട് 4 hours വെക്കണം. കണ്ടിന്യൂസ് സ്റ്റിറിങ്ങും വേണം. അതിനുശേഷം ഇത് വീണ്ടും ഫിൽറ്റർ ചെയ്യുക. ഇനി ഇതിൻ്റെ ഫിൽട്രേറ്റും നേരത്തെ നമ്മൾ റെഫ്രിജറേറ്ററിൽ എടുത്ത് വെച്ചിട്ടുള്ള ഫിൽട്രേറ്റും കൂടി കമ്പൈൻ ചെയ്യാം. ഇനി നമ്മൾ 2 ഫിൽട്രേറ്റും കൂടി എന്ത് ചെയ്യുക, ഒരു 40 ml വരെ അതിനെ അതുവരെ അത്ര ml ആക്കി അതിലേക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക ഹോട്ട് പ്ലേറ്റിൽ വെച്ചിട്ട്. ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുക, സെപ്പറേറ്റിംഗ് ഫണലിലേക്ക് എടുക്കുക. ദെൻ അതിലേക്ക് എന്ത് ചെയ്യുക, 20 ml ഡൈ ഈഥൈൽ ഈഥർ ആഡ് ചെയ്യുക. നല്ലോണം ഷേക്ക് ചെയ്യുക. ഒരു 10 മിനിറ്റ് സ്റ്റാൻഡ് ചെയ്യുക. അങ്ങനെ കുറച്ച് നേരം സ്റ്റാൻഡ് ചെയ്താൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ലെയേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അതിലെ ലോവർ മെത്തനോൾ ലെയറിനെ നമ്മൾ കളക്ട് ചെയ്യണം. അതിനൊരു പ്രീവെയ്ഡ് ബീക്കറിലേക്ക് നമ്മൾ നോട്ട് ചെയ്തിട്ടുള്ള W നോട്ട് ചെയ്യാം. ആ ഒരു പ്രീവെയ്ഡ് ബീക്കറിലേക്ക് നമ്മൾ ഇത് കളക്ട് ചെയ്യാം. ദെൻ അതിലേക്ക് 60 ml ബ്യൂട്ടനോളും അതുപോലെ തന്നെ 10 ml 5% NaCl ആഡ് ചെയ്യാം. ദെൻ എന്ത് ചെയ്യുക, ഈ മൊത്തം സൊല്യൂഷനെ നമ്മൾ ഇവാപ്പറേറ്റഡ് ടു ഡ്രൈനസ്, അതായത് ഒന്ന് ചൂടാക്കുക, നല്ലോണം ഡ്രൈ ആക്കുക. ദെൻ എന്ത് ചെയ്യുക, ആ ബീക്കർ കൂൾ ചെയ്തതിന് ശേഷം വെയിറ്റ് എടുക്കുക. അത് നോട്ട് ചെയ്ത വെയിറ്റ് W1. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് സാപ്പോണിൻ ഈക്വൽ ടു W1 - W ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് സാമ്പിൾ ഇൻറ്റു 100.